അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാഗതം. കുറച്ച് ദിവസങ്ങളായി നമ്മളൊരു ലോങ് വീഡിയോ ചെയ്തിട്ട്. എൻ്റെ ഒരു എളാപ്പ വെങ്ങപ്പള്ളിയുള്ള എൻ്റെ ഉപ്പയുടെ അനുജൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽപ്പെട്ട് വളരെ അപ്രതീക്ഷിതമായി ഞങ്ങളിൽ നിന്ന് വിട വാങ്ങി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കഴിയാതിരുന്നത്. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രവാർത്ത എൻ്റെ ഒരു സുഹൃത്ത് അവരുടെ ബന്ധുക്കളുടെയൊക്കെ പേരൊക്കെ ചോദിച്ച് അങ്ങനെ പത്രവാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചിരുന്നു. അത് പത്രത്തിൽ വന്നിട്ടുണ്ടോ എന്നറിയാനാണ് 2 ദിവസമായി പത്രമാധ്യമങ്ങളൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന ഞാൻ പത്രം എടുത്ത് നോക്കിയത്. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ വാർത്ത നമുക്ക് സംഭവിച്ചതുപോലെ ധാരാളം വാഹനാപകടങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്, ആളുകൾ മരണപ്പെടുന്നുണ്ട്. ഏറ്റവും ഭയാനകമായ ഒരു വാർത്ത കണ്ടത് അഹമ്മദാബാദിലുണ്ടായ വലിയ ഒരു അപകടം. വിമാനം അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് ഉയർന്ന് അധികമൊന്നും വൈകാതെ തന്നെ തകർന്നു വീഴുന്ന അതിദാരുണമായ കാഴ്ചയാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മളിന്ന് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമ്മുടെ ചാനൽ നിശ്ചലമാകരുത്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. എത്ര അപകടങ്ങളാണ് അല്ലെങ്കിൽ അപകട മരണങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ പത്രത്തിലുള്ള വാർത്തകൾ മുഴുവനും അതാണ്. പറന്നുയർന്ന ഉടൻ തകർന്നു വീണ് എയർ ഇന്ത്യ അഹമ്മദാബാദ് ലണ്ടൻ വിമാനം. കണ്ടില്ലേ, ആകാശ ദുരന്തം. 241 മരണം. ഒരാൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇയാൾ രമേശ് വിശ്വാസ് കുമാർ എന്ന് പറയുന്ന വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളുടെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മലയാളിയായൊരു നേഴ്സ് ഉൾപ്പെടെ മരിച്ചു പോയിട്ടുണ്ട്. ഏകദേശം 168 ഇന്ത്യക്കാരാണ് മരണപ്പെട്ടത് എന്ന് പത്രങ്ങൾ എഴുതുകയാണ്. അതിൽ 53 ബ്രിട്ടീഷുകാർ വേറുണ്ട്, 7 പോർച്ചുഗീസുകാരുണ്ട്. 2 പൈലറ്റുമാർക്കും 11 ജീവനക്കാരും മരിച്ചിട്ടുണ്ട് എന്നാണ്. ഈ മരണത്തിൻ്റെ കാരണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ശാസ്ത്രം ഇത്രയേറെ വികസിച്ച ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇത്രയേറെ ശാസ്ത്രം വികസിച്ച അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തപ്പെടുന്ന ഒരു കാലത്ത് ഒരു വിമാനം തകർന്നു വീഴാനുണ്ടായ കാരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു പക്ഷി ഇടിച്ചതാണ് പ്രാഥമികമായ അപകട കാരണം എന്നാണ് പറയുന്നത്. ഇത്രയധികം ഉയരങ്ങളിൽ പറക്കുന്ന വിമാനം തകർന്നു വീഴാൻ ഒരു പക്ഷി വിചാരിച്ചാൽ മതിയെന്ന്. അപ്പോൾ അത്രയോ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച എത്തിയിട്ടുള്ളൂ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എത്ര വിമാനങ്ങളാണ് ഓരോ ദിവസവും പറന്നു വരുന്നത്. ഒരു പക്ഷി വിചാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ആ വിമാനത്തിൻ്റെ യാത്രയും യാത്രാ സൗകര്യവും എന്നിടത്തേക്കാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അപ്പോൾ നമ്മൾ ഇനിയും എത്രത്തോളം പുരോഗതി പ്രാപിക്കേണ്ടിയിരിക്കുന്നു എന്നതൊക്കെയാണ് നമ്മൾ ഈ സമയത്ത് ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ അത്ര നിസ്സാരമാണ് മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളും അത്ര തന്നെ ഉള്ളൂ. എത്ര വലിയത് കണ്ടുപിടിച്ചാലും അതൊക്കെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ നഷ്ടപ്പെടാൻ ഒരു ചെറിയ പക്ഷി പോലും വിചാരിച്ചാൽ മതി എന്നിടത്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെയൊക്കെ രക്ഷിക്കുക ആരാണ്? അപ്പം നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് സർവശക്തനായ അള്ളാഹു മാത്രമാണ് എന്നിടത്തേക്കാണ് ഈ ചിന്തകളും ഈ വാർത്തകളും ഒക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ പത്രത്തിൽ വളരെ വിസ്തരിച്ചുകൊണ്ട് തന്നെ ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. 1-ാം പേജിൽ വളരെ സവിസ്തരം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 2-ാം പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടല്ലേ 2ഉം 3ഉം പേജുകൾ ഇത് മാത്രമാണ്. കണ്ണീർ വിമാനം, തീഗോളം. രഞ്ജിത എന്ന് പറയുന്ന പത്തനംതിട്ടക്കാരിയായ സഹോദരി അവരുടെ അവധി നീട്ടി അവിടെ കഴിഞ്ഞ് വരികയാണെന്നാണ്. ആ അവധി നീട്ടിയതാണ് അവർ ഈ മരണത്തിന് കീഴടങ്ങാൻ കാരണമായത് എന്നാണ്. പക്ഷി ഇടിച്ചതാവാൻ കാരണം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്ന വിദഗ്ധരായ ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നിസ്സാരക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു അപകടം വന്നാൽ എൻ്റെ ഉപ്പയുടെ അനുജനായ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഉപ്പയുടെ അനുജൻ മരണപ്പെട്ടത് കാരണം അതിൻ്റെ മരണാനന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലായിരുന്നു ഞാൻ. അതുകൊണ്ട് പത്രങ്ങളും മാധ്യമങ്ങളും ഒന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും പറയുന്നത് ഒന്നുമില്ല, നിസ്സാരമായൊരു വീഴ്ച വീണതാണ്. വേറെ വണ്ടിയുമായി കൂട്ടിയിടിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി നടന്നിട്ടേ ഇല്ല. അപ്പോൾ മനുഷ്യൻ അത്രയേ ഉള്ളൂ. എത്രയോ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, എത്രയോ ആളുകൾ വാഹന അപകടത്തിൽ തന്നെ മരണപ്പെട്ടു പോകുന്നു. ഒന്നുമില്ല. മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് എത്രത്തോളം നമുക്ക് പ്രവചിക്കാനാവാത്ത വിധമാണ് മരണം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചും ഉള്ള ആയുസ്സിൽ അള്ളാഹുവിലേക്ക് അടുത്തും
നന്മകൾ ചെയ്തും ജനങ്ങൾക്കൊക്കെ നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.